ഇപ്പോൾ പല പേഷ്യൻസും വന്ന് പറയുന്ന ഒരു കംപ്ലയിൻ്റ് ആണ്, ഡോക്ടറെ ഒരു സ്ഥലത്തൊന്നും പോകാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഒരു ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, അപ്പോഴത്തേനും ടോയ്ലറ്റിൽ പോകണമെന്ന് തോന്നുക. ദിവസം ഒരു 6-7 തവണയെങ്കിലും മിനിമം ഞാൻ ബാത്റൂമിൽ പോകുന്നുണ്ട്. അപ്പോൾ എന്താണിതെന്നുള്ളതാണ്. ഇപ്പോൾ പണ്ട് അത്ര സുപരിചിതമല്ലാത്ത എങ്കിൽ ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഈ IBS അഥവാ ഇറിറ്റബിൾ ബൗവൽ സിൻഡ്രോം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്നുള്ളത്? പലർക്കും ഇത് പല രീതിയിലാണ് പ്രസൻറ്റ് ചെയ്യുന്നത്. ഇതൊരു ഗ്രൂപ്പ് ഓഫ് സിംറ്റംസ് ആണ്, അല്ലാതെ ഒരു പർട്ടിക്കുലർ ഒരു അസുഖം എന്നുള്ളതിനെക്കാട്ടിലും ഒരു ഗ്രൂപ്പ് ഓഫ് സിംറ്റംസിൻ്റെ പ്രസൻറ്റേഷനാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൽ പ്രധാനമായി കാണുന്ന ലക്ഷണങ്ങൾ? ഒന്നെന്ന് പറയുന്നത് നമുക്ക് അബ്ഡോമിനൽ പെയിൻ വരിക, വയറിൽ വേദന വരിക, കുത്തിപ്പറിക്കുന്ന വേദന വരിക, അല്ലെങ്കിൽ മസിൽ ക്രാംസ് പോലെ തോന്നുക, പെട്ടെന്ന് ബാത്റൂമിൽ പോകണമെന്ന് തോന്നുക, എന്തെങ്കിലും ഒരു വെള്ളം കുടിച്ചാലോ ഭക്ഷണം കഴിച്ചാലോ അപ്പോൾ ബാത്റൂമിൽ പോകണമെന്ന് തോന്നുക, അവിടെ ചെല്ലുമ്പോഴാണെങ്കിലും മലം ചിലപ്പോൾ ലൂസായിട്ട് പോവുക, ചിലപ്പോൾ അത് മുറുകിയിരിക്കുക, പോകണം തോന്നുന്നുണ്ടാവും പക്ഷെ പോകാൻ പറ്റില്ല, അല്ലെങ്കിൽ ഈ മലത്തിനോടൊപ്പം കുറച്ച് മ്യൂക്കസ് പോവുക, അല്ലെങ്കിൽ ഗ്യാസ് മാത്രം പോവുക ഇതൊക്കെയാണ് പൊതുവെ കണ്ടുവരുന്ന സിംറ്റംസ്. ഇതൊരു വലിയ അസുഖമാണോ, അതല്ലെങ്കിൽ ഒരു വലിയ അസുഖത്തിലേക്ക് ലീഡ് ചെയ്യുന്ന ഒരു കാരണമാണോ എന്ന് ചോദിച്ചാൽ അല്ല. അതായത് ഭാവിയിൽ അൾസർ വരുമോ, അല്ലെങ്കിൽ ക്യാൻസർ പോലെ വരുമോ, ഇൻഫ്ലമേഷൻസ് വരുമോ, ഒന്നും ചെയ്യില്ല. പക്ഷേ ഇത് അനുഭവിക്കുന്ന രോഗിയെ സംബന്ധിച്ച് അവരുടെ ഒരു ഡേ ടു ഡേ ആക്ടിവിറ്റീസ് അവർക്ക് ഭദ്രമായി കൊണ്ടുപോകാൻ പറ്റില്ല. അവർക്കൊരു സ്ഥലത്ത് പോകാൻ പറ്റില്ല, ഒരു ഫംഗ്ഷന് പോയി ഒരു ഫുഡ് കഴിക്കാൻ പറ്റില്ല, ജോലി സ്ഥലത്ത് സമാധാനമായിട്ടിരിക്കാൻ പറ്റില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ്. അപ്പോൾ ആയുർവേദത്തിൽ നമ്മൾ ഇതിനെ ഗ്രഹിണി എന്നാണ് പറയുന്നത്. അപ്പോൾ ഗ്രഹിണി എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഡൈജഷൻ പ്രോപ്പർ ആവുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ ഡൈജസ്റ്റീവ് ഫയർ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാത്തത് കൊണ്ട് തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷ്യപദാർത്ഥങ്ങൾ പ്രോപ്പറായിട്ട് ഡൈജഷൻ നടക്കുന്നില്ല. അപ്പോൾ ഇതിന് പല കാരണങ്ങളുണ്ട്. അപ്പോൾ അതിൽ ഒരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഡയറ്റ്, നമ്മുടെ രീതി ശരിയല്ല എന്നുള്ളതാണ്. നമ്മൾ എങ്ങനെ ഫുഡ് കഴിക്കുന്നു എന്നുള്ളത് ശരിയല്ല. അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര അമിതമായിട്ട് ഭക്ഷണം കഴിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ സമയം തെറ്റിച്ച് കഴിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ഭയങ്കര ഗ്യാസി ആയിട്ടുള്ള സാധനങ്ങൾ കഴിക്കുന്നു, ജങ്ക് ഫുഡ്സ് കഴിക്കുന്നു, ഭയങ്കര ഫ്രൈഡും സ്പൈസി ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നു, അല്ലെങ്കിൽ ആൽക്കഹോൾ ഇൻടേക്ക് കൂടുതലാണ്, കഫീൻ പോലത്തെ സാധനങ്ങൾ നമ്മൾ അമിതമായി കഴിക്കുന്നു. ഇതൊന്നും അല്ലെങ്കിൽ നമ്മൾ ഹൈ പ്രോട്ടീൻ കണ്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹൈ ഫാറ്റ് കണ്ടൻ്റ് ആയിട്ടുള്ള ഫുഡ് എപ്പോഴും കഴിക്കുന്നു. ഫോർ എക്സാമ്പിൾ റെഡ് മീറ്റ് പോലുള്ള സാധനങ്ങളൊക്കെ. അപ്പോൾ അത് നമുക്ക് ബോഡിക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാണ്ട് പിന്നെ അതൊരു IBS സിംറ്റംസിലേക്ക് നമ്മൾ കണ്ടുവരാറുണ്ട്. പിന്നെയുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ ചില വ്യക്തികൾക്ക് ചില ഫുഡ് ഐറ്റംസ് ഭയങ്കര അലർജിക്ക് ആയിരിക്കും. നമുക്കറിയാം, ഫോർ എക്സാമ്പിൾ എല്ലാവരും കേട്ടിട്ടുണ്ട് മിൽക്ക് ചിലർക്ക് അലർജിയാണ്. ലാക്ടോസിനോടുള്ള അലർജി കാരണം മിൽക്കിൻ്റെ പ്രോഡക്ട്സും ചിലർക്ക് കഴിക്കാൻ പറ്റില്ല. അതുപോലെയാണ് വീറ്റിലുള്ള ഗ്ലൂട്ടൻ പ്രോട്ടീൻ കാരണം ചിലർക്ക് ഡൈജഷൻ നടക്കില്ല, അവർ അതിൽ അലർജിക്കാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ വൈറ്റമിൻ C തന്നെ മതി, വൈറ്റമിൻ Cയോട് അലർജി ഉള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവർ വെറുതെ ഒരു നാരങ്ങ വെള്ളം കുടിച്ചാൽ പോലും അവർക്ക് ബാത്റൂമിൽ പോകണമെന്ന് തോന്നും. പക്ഷെ ആൾക്കാർക്ക് ഇത് അറിയില്ല, അവർക്ക് ഇതിനോട് അലർജി ഉണ്ട് എന്നറിയാത്ത ഒരവസ്ഥ കൊണ്ട് ഉണ്ടാവുന്നതാണ്. മൂന്നാമത്തെ റീസൺ, അല്ലെങ്കിൽ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട റീസണാണ് നമ്മുടെ ഇമോഷണൽ സ്റ്റേറ്റസ്, അല്ലെങ്കിൽ നമ്മുടെ സ്ട്രെസ് ലെവല്. നമുക്ക് ഭയങ്കര പേടിയാണ്, ആൻസൈറ്റി ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ IBS ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മുടെ ഗട്ടും അതുപോലെ നമ്മുടെ ബ്രെയിൻ തമ്മിലൊരു കണക്ഷൻ തന്നെയുണ്ട്, അല്ലേ? നമ്മൾ ഗട്ട് ബ്രെയിൻ ആക്സസ് എന്നൊക്കെ കേട്ടാണ്. അപ്പം നമ്മുടെ ഇമോഷൻസ് നമ്മുടെ സ്റ്റമക്കിനെ വളരെ വലുതായിട്ട് അഫക്റ്റ് ചെയ്യും. നമ്മുടെ ഡൈജഷൻ പ്രോപ്പർ ആവണമെങ്കിൽ നമ്മുടെ മനസ്സ് കാമായിരിക്കണം, പ്ലസൻ്റ് ആയിരിക്കണം, അല്ലേ? സ്ട്രെസ്സൊക്കെ ഉണ്ടെങ്കിൽ ഈ പറയുന്ന ഡൈജഷൻ ഹൈലി ഇമ്പയർഡ് ആവും. അത് കാരണം ഈ പറയുന്ന IBS ഉണ്ടാവും. നമുക്ക് അത് അറിയാം, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ പേടി കാരണം ബാത്റൂമിൽ പോയിട്ടുള്ളവരായിരിക്കും, അല്ലെങ്കിൽ ഒരു എക്സാം ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്, അത് അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോഴത്തേന് പെട്ടെന്നൊരു പേടി തോന്നുക, അന്ന് ബാത്റൂമിൽ പോകണം തോന്നുക എന്ന് നമുക്ക് എപ്പോഴെങ്കിലും ഒക്കെ തോന്നിയിട്ടുണ്ടാവില്ലേ? അപ്പം അതാണ്, സ്ട്രെസ്സാണ് മെയിനായിട്ട് IBSൽ കണ്ടുവരുന്ന ഒരു റീസൺ എന്ന് പറയുന്നത്. അപ്പം നമുക്കിതിനെ എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് നോക്കേണ്ടത്. ഇപ്പം ഗ്രഹിണി ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഡൈജഷൻ പ്രോപ്പർ ആവാത്തതാണ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ളൊരു റീസൺ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ ഘടകം. അപ്പോൾ ആയുർവേദ പ്രകാരം നമ്മളിങ്ങനെ ഡൈജസ്റ്റ് ചെയ്യാതെ നമ്മുടെ ബോഡിയിൽ അടിഞ്ഞു കൂടുന്ന സാധനങ്ങളെ നമ്മൾ ആമം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അതൊരു ടോക്സിനായിട്ട് അവിടെ കിടന്നിട്ട് നമുക്ക് പല പല രോഗങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ ഈ പറയുന്ന ആമത്തിനെ നമ്മൾ ആദ്യം നമ്മുടെ ശരീരത്തിന് പുറത്തേക്ക് കളയണം. അതിനാണ് നമ്മൾ ശോധന പ്രക്രിയകളാണ് പൊതുവെ ചെയ്യുക, വയറിളക്കുക ഇതുപോലത്തെയൊക്കെ കർമ്മങ്ങൾ ചെയ്യും. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഡൈജഷനെ പ്രോപ്പറാക്കാൻ വേണ്ടി നമുക്ക് ദീപനപാചനങ്ങളായിട്ടുള്ള ഈ ഡൈജസ്റ്റീവ് ഫയർ പ്രോപ്പറാക്കാനുള്ള ഔഷധങ്ങൾ കൊടുത്ത് ആളുടെ ഡൈജഷൻ പ്രോപ്പറാക്കിയതിന് ശേഷം നമ്മൾ ഇൻറ്റേർണലി ഓരോരുത്തരുടെ സിംറ്റംസ് അനുസരിച്ച് നമ്മൾ അടുത്ത ലെവലിൽ മരുന്നുകൾ കൊടുക്കുന്നു. അങ്ങനെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റിനോടൊപ്പം തന്നെ കുറച്ച് ഡയറ്റ് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് വരുത്തിയാൽ മാത്രമേ ഇത് എഫക്റ്റീവായിട്ട് നിൽക്കുകയുള്ളൂ. അപ്പോൾ എന്താണ് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുക?
ഒരു IBS ഉള്ള ഒരു വ്യക്തി എപ്പോഴും ഹെവി ആയിട്ടുള്ള 3 മീൽസ് കഴിക്കുന്നതിലും നല്ലത് ഫ്രീക്വൻ്റ് ആയിട്ടുള്ള സ്മോൾ പോർഷൻസ് ഓഫ് ഫുഡ് കഴിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ അവർക്ക് അവരുടെ ഫുഡിൽ സൂപ്പൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം. സൂപ്പൊക്കെ നമുക്ക് ഡൈജഷന് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന വസ്തുക്കളാണ്. അതുപോലെ തന്നെ ഫൈബർ കണ്ടൻ്റ് ഉള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ കുറച്ച് നാളത്തേക്കിന് അവോയ്ഡ് ചെയ്യുന്നത് തന്നെ നല്ലതാണ്. ഹൈ ഫൈബർ കണ്ടൻ്റ് ഉള്ള ഫുഡ്സ്. അപ്പോൾ നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ കഴിക്കുകയാണെങ്കിൽ എപ്പോഴും കുക്ക് ചെയ്ത് കഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ഫുഡ് സാലഡ്സ് ആയിട്ടൊന്നും വെജിറ്റബിൾസ് കഴിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ലീഫി വെജിറ്റബിൾസ് ഒക്കെ നമുക്ക് കുറച്ച് നാളത്തേക്കിന് അവോയ്ഡ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ ഫൈബർ കണ്ടൻറ്റ് വളരെ കൂടുതലാണ്. അതുപോലെ നമ്മൾ ഷുഗറി ആയിട്ടുള്ള സാധനങ്ങൾ കഴിവതും ഒഴിവാക്കണം. ഭയങ്കര ഫ്രക്ടോസ് കണ്ടൻ്റ് ഉള്ള ആപ്പിളും മാംഗോയും പോലത്തെയൊക്കെ ഫ്രൂട്ട്സ് ഒഴിവാക്കിയിട്ട് നമുക്ക് പകരം പോംഗ്രാനൈറ്റോ അല്ലെങ്കിൽ ചെറിയ ബെറീസൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാം. ഡ്രൈ ഫ്രൂട്ട്സും അത്ര നന്നല്ല IBS ഉള്ള ആൾക്കാർക്ക്. അതുപോലെ തന്നെ പൾസസും ഒക്കെ കുറച്ച് നാളത്തേക്കിനൊന്ന് അവോയ്ഡ് ചെയ്യുന്നത് നല്ലതാണ്. മിൽക്കിൻ്റെ ബൈ പ്രൊഡക്ട്സ് ആയി ചീസ്, ബട്ടർ അതൊക്കെയും IBS പേഷ്യൻസിന് അത്ര നന്നാവില്ല. പക്ഷെ നമ്മൾ ബട്ടർ മിൽക്ക് അല്ലെങ്കിൽ നമ്മൾ മോര്, തക്രം എന്നൊക്കെ ആയുർവേദത്തിൽ പറയുന്ന ബട്ടർ മിൽക്ക് വളരെ അധികം ഈ ഗ്രഹണിയുള്ള രോഗികൾക്ക് ഹെൽപ്ഫുൾ ഉണ്ട്. അപ്പോൾ ഈ ബട്ടർ മിൽക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ തൈര് കലക്കിയൊരു മോര് പോലെ ആക്കുന്നതല്ല. നമ്മൾ തൈര് കളഞ്ഞ് വെണ്ണ കളഞ്ഞിട്ടുള്ള മോരുണ്ടല്ലോ, അത് തന്നെ നമ്മൾ യൂസ് ചെയ്യണം. അത് നമ്മുടെ ഡൈജഷനെ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫുഡാണ്. ഡെയിലി നമുക്ക് ബട്ടർ മിൽക്ക് കഴിക്കാൻ പറ്റുമെങ്കിൽ അത്രയും തന്നെ നല്ലതാണ്. ഇതൊക്കെ നമ്മൾ ഫുഡിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെന്ന് പറയുന്നത്. അതുപോലെ നമുക്ക് ചേഞ്ചസ് വരുന്നത് നമ്മുടെ ലൈഫ് സ്റ്റൈലാണ് അല്ലേ. നമ്മൾ ഫുഡ് കഴിക്കുന്ന രീതിയാണെങ്കിലും നമ്മൾ സമയം തെറ്റിയുള്ള നമ്മുടെ ജീവിത ശൈലികളാണെങ്കിലും ഒക്കെ തന്നെ IBSനെ ട്രിഗർ ചെയ്യാനുള്ള വലിയൊരു ഫാക്ടറാണ്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, സ്ട്രെസ് എന്ന് പറയുന്നത് വലിയൊരു ഫാക്ടറാണ് IBSന്. അപ്പം നമ്മൾ അതിനെ കൺട്രോൾ ചെയ്യുക എന്നത് വളരെ പ്രധാനമാണ്. ഇപ്പോൾ യോഗയും മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റി ഒരു റൊട്ടീൻ്റെ ഭാഗം തന്നെ ആക്കിയാൽ വളരെ നന്നായിരിക്കും. മെഡിറ്റേഷനൊക്കെ ചെയ്ത് നമ്മുടെ മനസ്സിനെ എപ്പോഴും കാമായിട്ട് വെക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പിന്നെ ഭയങ്കരമായ ആൻസൈറ്റി, ഡിപ്രഷൻ പോലത്തെയുള്ള അവസ്ഥകളുള്ള ആൾക്കാർ എപ്പോഴും ഒരു മെഡിക്കൽ സഹായം തേടുകയും വേണം. അപ്പം ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് IBSൽ നമുക്ക് അതിൻ്റെ സിംറ്റംസിനെ വളരെയധികം കൺട്രോൾ ചെയ്യാനും അതിൽ നിന്നൊരു മുക്തി നേടാനും ഇതൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. നമ്മൾ